ഇടുക്കിയുടെ മഞ്ഞും തണുപ്പും നിറഞ്ഞ മലനിരകൾക്കിടയിലെ ആ പഴയ തറവാട്ടിലേക്ക് രാഹുലും മീനുവും എത്തുമ്പോൾ നേരം സന്ധ്യയായിരുന്നു. ഇത്തവണത്തെ വേനലവധി അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കൂടെ ആഘോഷിക്കാമെന്ന മോഹവുമായാണ് അവർ വന്നത്. എന്നാൽ ആ പഴയ വീടിന്റെ പടിവാതിൽ കടന്നപ്പോൾ തന്നെ എന്തോ ഒരു അപരിചിതത്വം അവരെ പൊതിഞ്ഞു. സന്ധ്യാനേരത്തെ നിശബ്ദത. ആദ്യത്തെ 2 ദിവസങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു. കാപ്പിത്തോട്ടങ്ങളിലൂടെയുള്ള നടത്തവും അമ്മൂമ്മയുണ്ടാക്കിത്തരുന്ന പലഹാരങ്ങളും അവരുടെ അവധിക്കാലം കളറാക്കി. പക്ഷേ 3-ാം ദിവസം രാത്രി മുതൽ കാര്യങ്ങൾ മാറിത്തുടങ്ങി. പുറത്ത് കനത്ത മഴ പെയ്യുകയായിരുന്നു. ഇടുക്കിയിലെ ആ പഴയ വീടിന്റെ മട്ടുപ്പാവിലിരുന്ന് കഥ പറയുകയായിരുന്നു രാഹുലും മീനുവും. പെട്ടെന്ന് മുകളിലത്തെ നിലയിലെ പൂട്ടിക്കിടക്കുന്ന മുറിയിൽ നിന്ന് ആരോ നടക്കുന്നതുപോലെ ഒരു ശബ്ദം അവർ കേട്ടു. ഘടഘട ഘടഘട. രാഹുലേട്ടാ, അതെന്താ? അത് കാറ്റായിരിക്കും മീനു, നീ പേടിക്കണ്ട. രാഹുൽ സമാധാനിപ്പിച്ചു. പക്ഷെ അവന്റെ ഉള്ളിലും ഒരു കൊള്ളിയാൻ മിന്നി. ആ മുറി 10 വർഷമായി ആരും തുറക്കാത്തതാണ്. രാത്രിയിലെ അതിഥി. അന്ന് രാത്രി മീനു ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. ജനാലയ്ക്കൽ ആരോ നിൽക്കുന്നതുപോലെ അവൾക്ക് തോന്നി. പതുക്കെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരു രൂപം ജനാലയ്ക്കപ്പുറം നിൽക്കുന്നു. അവൾ അലറിക്കരയാനാഞ്ഞു. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. ആ രൂപം പതുക്കെ ജനാലയുടെ ചില്ലിൽ വിരലുകൾ കൊണ്ട് വരഞ്ഞു. നീ വന്നു. കാറ്റിൽ അലിഞ്ഞു ചേർന്നതുപോലെയുള്ളൊരു നേർത്ത ശബ്ദം. മീനു വിറച്ചുകൊണ്ട് രാഹുലിനെ വിളിച്ചു. രാഹുൽ ഉണർന്നു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. പക്ഷേ ജനാലച്ചില്ലിൽ 5 വിരലുകളുടെ പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. തുറക്കപ്പെടാത്ത ആ മുറി. പിറ്റേന്ന് രാവിലെ അവർ അപ്പൂപ്പനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പൂപ്പന്റെ മുഖം പെട്ടെന്ന് വിളറി. അദ്ദേഹം പറഞ്ഞു, മക്കളെ, ഈ വീടിന് കുറെ കാലത്തെ പഴക്കമുണ്ട്. നിങ്ങൾ ആരും ആ മുകളിലത്തെ മുറിയുടെ അടുത്തേക്ക് പോകരുത്. പക്ഷേ കൗതുകം അടക്കാൻ അവർക്കായില്ല. ഉച്ചയ്ക്ക് അപ്പൂപ്പൻ ഉറങ്ങാൻ കിടന്ന സമയം നോക്കി അവർ മുകളിലത്തെ നിലയിലേക്ക് കയറി. ആ മുറിയുടെ വാതിലിനടുത്തെത്തിയപ്പോൾ കഠിനമായൊരു സുഗന്ധം. പഴയ പിച്ചകപ്പൂക്കളുടെ മണം. രാഹുൽ പതുക്കെ വാതിൽ തള്ളി നോക്കി. അത് തുറന്നു കിടക്കുകയായിരുന്നു. ഉള്ളിലാകെ പൊടിയും ചിലന്തി വലകളും. മുറിയുടെ നടുവിൽ ഒരു പഴയ ആടാഭരണം, ഊഞ്ഞാൽ, ആടിക്കൊണ്ടിരിക്കുന്നു. ആരുമില്ലാതെ തന്നെ അത് വേഗത്തിൽ ആടുകയാണ്. ഭീതിയുടെ നിമിഷങ്ങൾ. പെട്ടെന്ന് മുറിയുടെ വാതിൽ തനിയെ കൊട്ടിയടഞ്ഞു. അകത്ത് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. മീനു പേടിച്ചു രാഹുലിനെ കെട്ടിപ്പിടിച്ചു. ആ ഇരുട്ടിൽ നിന്ന് 2 തിളങ്ങുന്ന കണ്ണുകൾ അവരെ നോക്കുന്നതുപോലെ തോന്നി. ഞങ്ങളെ വിടൂ, രാഹുൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ആ ഊഞ്ഞാൽ നിന്നു. ഒരു സ്ത്രീയുടെ നേർത്ത ചിരി ആ മുറിയിലാകെ മുഴങ്ങി. അവരുടെ ചെവിയിൽ ആരോ മന്ത്രിച്ചു, ഇതെന്റെ വീടാണ്, ഇവിടെ നിന്ന് ആരും പോകില്ല. ആ നിമിഷം പുറത്തുനിന്ന അപ്പൂപ്പൻ വാതിൽ ചവിട്ടി തുറന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പഴയ വിളക്കുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടതും ആ രൂപം പുക പോലെ മറഞ്ഞു. മടക്കയാത്ര. അന്ന് തന്നെ അപ്പൂപ്പൻ അവരെയും കൂട്ടി ടൗണിലേക്ക് തിരിച്ചു. കാറിലിരിക്കുമ്പോൾ മീനു രാഹുലിന്റെ കൈ പിടിച്ചു. രാഹുലേട്ടാ, ആ സ്ത്രീ ആരായിരുന്നു? രാഹുൽ ഒന്നും മിണ്ടിയില്ല. അവൻ തന്റെ കയ്യിലെ ഫോട്ടോ നോക്കുകയായിരുന്നു. മുകളിലത്തെ മുറിയിൽ വെച്ച് അറിയാതെ എടുത്ത ആ ഫോട്ടോയിൽ അവർക്ക് പുറകിലായി ഒരു നിഴൽ രൂപം വ്യക്തമായി കാണാമായിരുന്നു. അതിന്റെ കയ്യിൽ ഒരു പഴയ താക്കോൽ കുട്ടമുണ്ടായിരുന്നു. ഇടുക്കിയുടെ വളവുതിരിവുകൾ പിന്നിട്ട് കാർ ദൂരേക്ക് പോകുമ്പോഴും ആ പഴയ തറവാടിന്റെ മുകളിലത്തെ ജനാലക്കൽ ആരോ നിന്ന് കൈവീശുന്നത് അവർ കണ്ടു. അതൊരു യാത്രയയപ്പായിരുന്നോ അതോ വീണ്ടും വരാനുള്ള ക്ഷണമായിരുന്നോ എന്നവർക്ക് മനസ്സിലായില്ല.